2 പോക്സോ കേസിൽ അടക്കം പ്രതിയാണ്. നേരത്തെ ഇയാൾ ഒരു കോൺട്രാക്ട് സ്റ്റാഫാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നത് പോലെ അത്ര ലാഘവത്തോടുകൂടി ഈ കാര്യങ്ങൾ KCAക്ക് എടുക്കാൻ കഴിയുമോ? KCAക്ക് സംഭവിക്കുന്ന മൂല്യച്യുതിയോ അപജയമോ ഈ മനു ചൂഷണം ചെയ്തു എന്ന് പറയുന്നതാവില്ലേ ഇപ്പോൾ കൂടുതൽ ശരി? ഇനി ഇതില് ഈ മനു മാത്രല്ല, ഇതിനകത്ത് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇതാരാണ് പറയേണ്ടത് മറുപടി? ശ്രീജിത്ത് താങ്കൾ തന്നെ. ഹലോ, KCAയുടെ മറുപടിയാണ് ചോദിക്കുന്നത്. അപ്പൊ എന്നെ മറുപടി പറയാനൊന്ന് അനുവദിക്കണം. അതെ, അപ്പോൾ അത് എന്താണ് ഇടയ്ക്ക് മിസ്സാവുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്കൊരു മറുപടി ആദ്യം പറയാനുള്ളത്, ആങ്കർ പറഞ്ഞു ഇങ്ങനൊരു സംഭവം KCAയിൽ നടക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞതായിട്ടാണ് ആങ്കർ പറഞ്ഞത്. അത് തെറ്റാണ്. കാരണം ഞങ്ങളുടെ സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും അവിടെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല അവിടെ നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഞങ്ങളോ അല്ലെങ്കിൽ KCAയോ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഉദ്ദേശത്തിലില്ല. അവിടെ നടന്നിട്ടുണ്ടാവാം, അതുകൊണ്ടാണല്ലോ പരാതി വന്നതും കേസെടുത്തതും. ഞങ്ങൾ എടുത്തിരുന്ന ജാഗ്രതകളെ കുറിച്ചാണ് അത് പറഞ്ഞത്. പരാതി വന്നു, കേസെടുത്തു, തൃപ്തികരമായ മറുപടി KCAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷന് സ്വമേധയാ കേസെടുക്കേണ്ടി വന്നു. അവിടം വരെ KCA വലിച്ചു നീട്ടി.